എല്ലാവർക്കും നമസ്കാരം. ഇത് ഫിലിം സ്റ്റോറി മാൻ മീഡിയയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. നമ്മുടെ കേരളക്കരയിൽ ഈ ഹാപ്പി എന്ന സിനിമ 4K വേർഷനിൽ ഇറക്കിയ ഖാദർ ഹസൻ എന്ന അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും നമുക്കിപ്പോൾ ചോദിച്ചറിയാം. അത് നമ്മുടെ 2006 ഇറങ്ങിയ ഹാപ്പി എന്ന സിനിമ 20 വർഷങ്ങൾക്ക് ശേഷവും മലയാളക്കരയിലെ ജനഹൃദയങ്ങൾ, അതായത് ഇപ്പോൾ കാണാം, ഇപ്പോഴുള്ള തലമുറകൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ. ഭയങ്കര ഹാപ്പിയാണ്. കാരണം തിയേറ്ററിൽ ഒരു രക്ഷയില്ല. കാരണം തിയേറ്ററിൽ അടിച്ചുപൊളിയാണ്. സാറിന് ഇത് കണ്ടപ്പോൾ എന്താണ് അതിൻ്റെ ഒരു, സാറിനിപ്പോൾ ഈ കണ്ടില്ല, ഇപ്പോൾ 2006 കണ്ടതിൻ്റെ കൂടുതൽ ഇമ്പാക്റ്റാണ് ഇപ്പോൾ കണ്ടത്. 2006 ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്രയില്ലായിരുന്നിരിക്കാം. ഇത് വല്ലാത്തൊരു ഫീലിംഗ് ആണ്. കാരണം അല്ലു അർജുനെ എല്ലാ പ്രേക്ഷകരും പല പല സിനിമയിൽ കഥാപാത്രങ്ങൾ, ബണ്ണി, പിന്നെ എന്താണ് ഇപ്പൊ പിന്നെ പുഷ്പ വന്നത്, ഒത്തിരി സിനിമകളിലൂടെ വളരെ പ്രസിദ്ധനാണ്. പിന്നെ മലയാളികളുടെ ഇതില് ഹൃദയത്തിൽ ഇടം നേടിയ ചിത്രമാണ് ഇപ്പൊ ഈ പറഞ്ഞ 2006 ഹാപ്പി. അത് ഇപ്പോഴും തുടരുന്നതിൽ വളരെയേറെ അതിശയോക്തിയാണ്. കാരണം അല്ലു അർജുൻ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവിടുത്തെ പ്രതീക്ഷ? ഈ 20 വർഷങ്ങൾക്ക് ശേഷം അല്ലു അർജുൻ ഈ കേരളക്കരയിലെ ജനങ്ങൾ ഇപ്പോഴും, അതായത് പുതിയ തലമുറയിലെ പിള്ളേര്, ആ കുട്ടികളൊക്കെ അല്ലു അർജുൻ അത്ര ഇഷ്ടപ്പെടുന്നെങ്കിൽ അല്ലു അർജുന്റെ ഹാപ്പി എന്തായിരിക്കും? തീർച്ചയായും നല്ല എൻജോയ് ചെയ്യും. കാരണം അല്ലു അർജുൻ ഇനി വരാൻ പോകുന്ന ചിത്രങ്ങളെക്കാട്ടിയും കൂടുതൽ ഇന്നത്തെ ഈ പിള്ളേരുടെ ഇത്ര ആഹ്ലാദങ്ങൾ അല്ലു അർജുനെ ഏതായാലും സന്തോഷിപ്പിക്കുന്ന യാതൊരു തർക്കവും. സാറ് ഇത് ഈ സംഭവങ്ങൾ ഇവിടുത്തെ വീഡിയോ ഇപ്പൊ യൂട്യൂബിലൊക്കെ വരും, അതൊക്കെ അല്ലു അർജുനെ കാണിക്കണം എന്ന് ഞാൻ പറയുകയാണ്. അത്രയും സന്തോഷമുണ്ട്. നമുക്ക് തന്നെ ഇവിടെ നിന്നിട്ട് നമുക്ക് ഒരു സീന് നമുക്ക് ചില ആ ഡയലോഗുകൾ പോലും നമുക്ക് ഇങ്ങോട്ട് കേൾക്കാൻ വേണ്ടി പറ്റില്ല. പിന്നെ ഇതിന് നമ്മുടെ ഇത് മലയാള ഭാഷയിൽ അല്ലു അർജുന് കൊടുത്തിരുന്ന നമ്മുടെ ഡയറക്ടർ, അദ്ദേഹത്തിന്റെ ഹാപ്പിനെസ് എന്തായിരിക്കും? തീർച്ചയായിട്ടും അയാളെ വിളിച്ചിരുന്നു, വളരെ സന്തോഷമാണെന്ന് പറഞ്ഞു. സന്തോഷം വളരെയധികം. ഇനിയിപ്പോ കേരളക്കരയിൽ നാളെ മുതൽ ഇനിയിപ്പോ ഒരു 9 മണിക്ക് ഷോ ഉണ്ട്. ഇനി നാളെ മുതൽ എന്തായിരിക്കും എന്നുള്ളത് ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു. കാരണം അതെ 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 എന്തായാലും അല്ലു അർജുനോട് അഭിനന്ദനങ്ങൾ അറിയിക്കുക. മലയാളക്കരയിലെ ഞങ്ങളുടെയൊക്കെ അന്വേഷണങ്ങളൊന്ന് പറയുക സാറിന്. പിന്നെ അതിന്റെ ഡയറക്ടറിനോട്, പ്രത്യേകിച്ച് ഡയറക്ടറിനോട് ഇതൊന്ന് പറയുക, ഇതൊന്ന് കൺവിൻസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. 2006 നമ്മുടെ അല്ലു അർജുൻ്റെ ഹാപ്പി എന്ന സിനിമ റിലീസായതാണ് നമ്മുടെ കേരളക്കരയിൽ. അത് നമ്മുടെ ഖാദർ ഹസൻ എന്ന അദ്ദേഹമാണ് നമ്മുടെ കേരളക്കരയിൽ ആ ദൃശ്യവിരുന്ന് കാഴ്ചവെച്ചത്. 20 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അല്ലു അർജുൻ്റെ ഒരു പുതിയ സിനിമ ഇറങ്ങിയതിൻ്റെ ഒരു പ്രതീതിയാണ് കേരളക്കരയിൽ അലയടിക്കുന്നത്. കാരണം ഇന്ന് അതിൻ്റെ 4K വേർഷനിൽ ഇറങ്ങിയ ഈ സിനിമ ഒരു രക്ഷയില്ല. കാരണം അത്രയ്ക്കും ഈ 20 വർഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴുള്ള പുതിയ തലമുറകൾ ഇതിൻ്റെ ഒരുപാട്, എനിക്കൊന്നും 50% 75% പുതിയ ജനറേഷനാണ്. അവർ പോലും ഈ സിനിമ സ്വീകരിച്ച് കേരളക്കരയിൽ ഒരു രക്ഷയില്ല. കാരണം ഇന്ന് അതിൻ്റെ റിവ്യൂ ഷോ എറണാകുളം സൗദിയിൽ നടന്ന് തിയേറ്ററിൽ നമുക്ക് ഇരുന്നിട്ട് ഒരു രക്ഷയില്ല. അതിൻ്റെ നൃത്തങ്ങളൊക്കെ സ്ക്രീനിൻ്റെ ഫ്രണ്ടിൽ പിള്ളേർ അലയടിക്കണേന്ന്. കാരണം കേരളക്കരയിലുള്ള ഒരുമാതിരപ്പെട്ട പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന സിനിമയാണ്. കാരണം ഇനിയിപ്പോൾ നാളെ മുതൽ കേരളക്കരയിൽ എന്താണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം 20 വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനൊരു സിനിമ ഇത്രയ്ക്കും, അതൊരു അന്യഭാഷ സിനിമ നമ്മുടെ മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്ത്, പിന്നെ നമ്മുടെ ഒരു ഡയറക്ടർ ആണ് ഈ അല്ലു അർജുന് സംഭാഷണങ്ങൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ജിസ്ജോയി എന്ന ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ സന്തോഷം എന്താണെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം ഇതിപ്പോൾ അല്ലു അർജുൻ എന്ന ആ മഹാപ്രതിഭ, കാരണം ആ സ്റ്റാർ, ഇതൊക്കെ കാണുമ്പോൾ ഈ കേരളക്കരയിൽ ഇത്തരം ആളുകൾ സ്വീകരിച്ചെങ്കിൽ അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള സംഭവം നമുക്ക് ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. കാരണം ഇത്രയ്ക്കും മലയാളികൾ അല്ലു അർജുനെ ഒരുപാട് ചിത്രങ്ങളിലൂടെ കണ്ടിരുന്നാണെങ്കിലും ഈ 20 വർഷങ്ങൾക്ക് മുമ്പുള്ള അല്ലു അർജുനെ വീണ്ടും ഇന്ന് ദൃശ്യവിരുന്ന് ഖാദർ ഹസൻ എന്ന പ്രൊഡ്യൂസർ ഒരുക്കി നമുക്ക് തന്നിരിക്കുന്നു. എന്തായാലും ഇതിൻ്റെ ഡയറക്ടറിനും അല്ലു അർജുനും ഇതൊക്കെ ഭയങ്കര ഹാപ്പിനെസ് ആയിക്കോളും. കാരണം ഒരു പുതിയ സിനിമയുടെ അതേ പ്രതീതി തന്നെ നമ്മുടെ കേരളക്കരയിൽ അലയടിച്ചു. എന്തായാലും അടിപൊളി സിനിമ. ഒന്നുകൂടെ നിങ്ങൾ കണ്ടവരി, 2006 കണ്ടവരി വീണ്ടും ഈ നല്ല സൗണ്ട് സിസ്റ്റത്തിലാണ് ഇത് ഇറക്കിയിരിക്കുന്നത്. ഈ 4K ദൃശ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതിൽ യാതൊരു സംശയമില്ല. എന്തായാലും എല്ലാവർക്കും വളരെയേറെ മനോഹരമായ ഒരു ദൃശ്യവിരുന്ന് ഒരിക്കൽ എല്ലാ ഇതിൻ്റെ ഖാദർ ഹസൻ എന്ന അദ്ദേഹത്തിനും ഇതിൻ്റെ പിന്നിലും മറ്റും പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു.
ഉണ്ട്. ഒരു ഓണം കാണുമ്പോൾ എങ്ങനെയുണ്ട്? കാരണം അല്ലൂർജിന്റെ ഒരു ഇത് ഭയങ്കര എക്സൈറ്റഡ് ആണ്. എല്ലാവരോടും നന്ദിയുണ്ട്. ഇത്രയും നല്ലൊരു വിജയം, എന്താ പറയുക, എത്രയും എൻജോയബിൾ ആയിട്ട് നിങ്ങൾ സിനിമ കണ്ടു. നല്ല തിയേറ്റർ ഇളകി മറിഞ്ഞു. എല്ലാ രീതിയിലും എന്താ പറയുക, ഒരു ടോട്ടൽ സെലിബ്രേഷൻ ആയിരുന്നു. സോ താങ്ക്സ് ഓൾ ഓഫ് യു. അല്ലു അർജുൻ ഇത് കണ്ട ആവേശം കൊണ്ട് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഒരു 90% ആൾക്കാരും അല്ലു അർജുന്റെ ഫാൻസ് ആണ്. അല്ലു അർജുൻ ആയപ്പോൾ അതിന്റെ ഫാൻസ് ആയതാ. അങ്ങനെ ആക്കി തീർത്ത ആള് കാർത്തിക്കുക. എങ്ങനെയുണ്ട് ഫാൻസിനെ നിൽക്കുമ്പോ? അങ്ങനെയൊന്നുമില്ല, ഇതെല്ലാം ഒരു നിമിത്തമാണ്. ദൈവാധീനം കൊണ്ട് നമ്മൾ അല്ലു അർജുനും കൂടെ ചേർന്ന് അത് നല്ല വമ്പം സക്സസ് ആയി. താങ്ക് യു. എല്ലാം അതിനേക്കാളെല്ലാം ഉപരി അതിനെ മികച്ചതാക്കി വിജയിപ്പിച്ചത് നിങ്ങളാണ്. നിങ്ങളോടാണ് എന്നും കടപ്പാട്, നിങ്ങളോടായിരിക്കും എന്നും കടപ്പാട് ഉറപ്പാണ്. ഇപ്പൊ ഹാപ്പി ബി ഹാപ്പിയുടെ പ്രൊഡ്യൂസറിന് അപ്പുറത്തോട്ട് അല്ലു അർജുൻ ഫാൻ അല്ലെങ്കിൽ നല്ലൊരു മലയാളി ഓഡിയൻസ് ആയിട്ട് ഫാൻസിനെ ഒപ്പം കാണുമ്പോൾ എക്സ്പീരിയൻസ് എങ്ങനെയാ? അതാണ് ഞാനിപ്പോൾ പറയുന്നത്. ഞാനിപ്പം നിങ്ങളിലൊരാളാണ്, ഉറപ്പായിട്ട് ഞാൻ പറയാം. ഞാനൊരു നിങ്ങളുടെ എൻജോയ്മെന്റ് കണ്ട് ആസ്വദിച്ച നിങ്ങളിലൊരാളാണ്. സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ്, എന്താ പറയുക, ആ സെലിബ്രേഷൻ എൻജോയ് ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ നല്ല രീതിയിൽ ഹാപ്പിയാണ്. താങ്ക്സ് ഓൾ ഓഫ് യു. ഇപ്പോൾ അല്ലു അർജുന്റെ കരിയർ സ്റ്റാർട്ടിങ് തൊട്ട് ഇപ്പൊ ഇന്ന് ഈ നിമിഷം വരെ അല്ലു അർജുൻ ഒരുപാട് പടങ്ങൾ കേരളത്തിൽ എത്തിയിട്ടുണ്ട്. ഇനി എന്നാ അല്ലു അർജുന്റെ ഒരു പടമായിട്ട് എത്തുന്നത്? അതിന് സമയമാകുമ്പോൾ തീർച്ചയായിട്ടും അതിന് അവസരം ഉണ്ടാവും. അതിനുള്ള ഒരു അവസരം വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി അല്ലു അർജുൻ എത്തിക്കും ഇങ്ങോട്ടേക്ക്. ഹാപ്പി ബി ഹാപ്പി റീ റിലീസ് അല്ലേ? എത്തിക്കും അല്ലു അർജുനെ? തീർച്ചയായിട്ടും അതിന് ശ്രമിക്കാം. കാര്യങ്ങൾ ഒത്തുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു ഓൾ ഓഫ് യു. ഇത്ര വർഷം കഴിഞ്ഞാൽ തൊണ്ടയൊക്കെ പോയാ ആഘോഷോ? അല്ലോത്തിന് പടം ഇറങ്ങിയില്ലേ അതുപോലെ